ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജിയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് എടുക്കുന്നത്. നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിൽ നമ്മൾ എടുക്കുമ്പോൾ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ അട്രാക്റ്റ് ആകാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ള രീതിക്ക് നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും ലൈഫിലേക്ക് കണക്ട് ചെയ്യാതെ പോസിറ്റീവ് തിങ്കിങ് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഡബിൾ എനർജി ആണ് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത്. 3 of Swords, 4 of Pentacles, 2 of Swords, Hanged Man, Page of Swords. The Wheel of Fortune, 8 of Wands, Queen of Wands, Hermit Energy, 5 of Cups, the Fool Energy, 8 of Cups, 9 of Cups, 2 of Cups, Judgment, Ace of Cups, Knight of Cups. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറന്റ് എനർജി അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ഡെവിൾ എനർജി ആണ്. നിങ്ങൾ ഒരു മെന്റൽ ക്ലാരിറ്റി ഇല്ലാതെ ഭയങ്കരമായ ഒരു നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലായിട്ടുള്ള വ്യക്തികളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ചിന്തിച്ചു കൂട്ടുക. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി പ്രശ്നത്തിൽ നിൽക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് നിങ്ങൾ ഭയങ്കരമായ ഒരു ഫിയർ, ഒരു ഭയം, ആങ്സൈറ്റി അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്റ്റേജ് ആണ്. എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു പ്രതീക്ഷകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തോന്നുവാണെങ്കിൽ നാളത്തെ ദിവസം ആ ഒരു പ്രതീക്ഷ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആ ഒരു ചിന്തകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്ന സ്റ്റേജ് ആണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് എനർജി ലെവലിൽ കാണുന്നുണ്ട്. ചിലവരെ സംബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ ഒരു ലവേഴ്സ് ആയിക്കൊള്ളട്ടെ, ഫാമിലി ലൈഫ് ആയിക്കൊള്ളട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല, ലവേഴ്സ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയാ മകൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, എങ്ങനത്തെ ബന്ധമാണെന്നുണ്ടെങ്കിലും ഒരു സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതിലുള്ള വേദനകള്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് മനസ്സ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്ന ഒരവസ്ഥ, ജീവിതത്തിൽ എല്ലാ രീതിയിലും stuck ആയി നിൽക്കുന്നു. ചിലവരുടെ കേസിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് financially ഒക്കെ ഭയങ്കരമായ ഒരു ലോസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കാൻ സാധ്യതകളുണ്ട്. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരു പണമോ കാര്യങ്ങളോ ഒരു ചീറ്റിങ്ങിൽ അകപ്പെടുത്തി കൊണ്ടുപോയിരിക്കുന്ന സ്റ്റേജ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് ഓൾറെഡി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ. എന്നാൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ
പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതം നിങ്ങളെ പല കാര്യങ്ങൾ, ഇപ്പൊ മനുഷ്യന്മാരെ നേരിടുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, ആരെയൊക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം നിങ്ങളിവിടെ ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ ആ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലൂടെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തന്നെ കാഴ്ചപ്പാടുകൾക്ക്, ചിന്താഗതികൾക്ക് എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ എനർജി അങ്ങനെയല്ല. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന രീതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ആകപ്പാടെ ചെറിയ രീതിക്ക് ഒരു മാറ്റം കൂടുതലായിട്ട് വരുത്തേണ്ടത് കുറച്ച് സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് കുറവായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും പലവരും, ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ചിലവർ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ സ്വയം കഴിവില് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് നല്ലത് വരുമോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. ഒരുപക്ഷേ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന ആ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന അവസ്ഥകൾ അത്രയും ഒരു ഭയങ്കരമായ ഒരു വേദനകളിലൂടെ, ഇപ്പൊ 3 of Swords എന്നൊക്കെ പറയുമ്പോൾ അത്രയും പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ പോയിരിക്കുന്നവരാണ്. ഹൃദയം തന്നെ തകരുന്ന രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ വന്നിരിക്കുന്ന തിരിച്ചടികളിലൂടെ, അല്ലെങ്കിൽ ആ ഒരു പെയിൻ അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷകൾ പോലും പലപ്പോഴും അസ്തമിച്ചു പോയിരിക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ആദ്യത്തെ ഒരു പ്രാവശ്യം ആയിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വേദനകൾ വരുന്നത്. റിപ്പീറ്റ് ചെയ്ത് കുറെ പ്രാവശ്യം വേദനകള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ലൈഫിൽ തന്നെ എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത്, വൈകാരികപരമായിട്ടാണെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു തീരുമാനം ജീവിതത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ല. മുന്നോട്ടേക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും ലൈഫിൽ സ്റ്റക്ക് ആകുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എങ്കിലും നിങ്ങൾ ഈ ഒരു റീഡിങ്ങിന്റെ മുന്നിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രതീക്ഷ, ആ ഒരു ഹോപ്പ്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അത് എടുത്തു പറയാൻ കാരണം നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന എംപ്രസ് എനർജിയാണ്. ഓക്കെ, നമുക്കിവിടെ സ്റ്റാർ എനർജി ഡയറക്റ്റ് തന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ യൂണിവേഴ്സൽ മദറിന്റെ ഒരു ബ്ലെസ്സിങ്, പ്രപഞ്ച ശക്തിയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയുമുള്ളൂ. ഒരിക്കലും ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കില്ല. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ്. കാരണം നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിച്ച് പോയിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് ഒരു ശമനമായി, അതിനൊരു അവസാനമായി, ഇനിയും നിങ്ങൾ ആ ഒരു വേദനയും കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട വ്യക്തികളല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഇവിടെ സ്ട്രെങ്ത് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, ഒന്നും നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. അതിപ്പോ പണത്തിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന സ്നേഹത്തിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, അർഹതപ്പെട്ട ഒരു സ്നേഹമാണെങ്കിലും, അർഹതപ്പെട്ട ഒരു ഫിനാൻഷ്യൽ സാമ്പത്തികപരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് വന്നെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ച്, നിങ്ങൾ ഇതുവരെ മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയ കാര്യങ്ങൾ അതേ വിശ്വാസത്തോടു കൂടി ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്, അതൊന്നും നിങ്ങൾ ഓവറായിട്ട് തലയിലേക്ക് എടുക്കാതെ ഒരു വിശ്വാസത്തിൽ നിങ്ങളുടെ ആ ഒരു എനർജീനെ നിങ്ങളൊന്ന് ഇൻക്രീസ് ചെയ്തൊന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. കാരണം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, രണ്ടും സെയിം എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാനായിട്ട് പോവുകയാണ്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു ബാഡ് കർമ്മ, ആ ഒരു ബാഡ് കർമാസ് പൂർണ്ണമായിട്ടും നിങ്ങളിൽ അവസാനിച്ച് ഇത് നിങ്ങളുടെ ഒരു ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഗുഡ് കർമ്മ സ്റ്റാർട്ടിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദനകള്, ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തോ ആദ്യമായിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വലിയ കഠിനമായ വേദന, അതിപ്പോ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിലും, അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റുകളുടെ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വേദനാജനകമായ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ അസ്തമിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലൊക്കെ അഭിപ്രായങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ ചോദിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും അഭിപ്രായം ചോദിക്കാം, പക്ഷേ തീരുമാനം എപ്പോഴും നിങ്ങളുടേത് തന്നെയായിരിക്കണം. കണ്ണടച്ച് ഡിസിഷൻ എടുക്കേണ്ട പല സന്ദർഭങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്.
നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികളൊക്കെ ഒരു ക്ഷമാപണം നടത്തിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ സാധ്യതകളുണ്ട്. അതിപ്പോ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരു ചീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണമോ കാര്യങ്ങളോ ഒക്കെ എടുത്തു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ക്ഷമാപണം അത് നടത്തി നിങ്ങളിലേക്ക് വരാൻ സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ അവരുമായിട്ട് നടത്തണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും അവർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അവർ വന്നു കഴിയുമ്പോൾ ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല, അങ്ങനെയല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബന്ധത്തില്, സ്നേഹബന്ധത്തിലൊക്കെ അനിവാര്യമാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് കണ്ണടച്ച് നിങ്ങൾ തീരുമാനം എടുക്കണമെങ്കിലും സംസാരിക്കണമെന്ന കാര്യമാണെങ്കിലും വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല, ആ ഒരു പ്രോപ്പർ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം എന്നുള്ള നിങ്ങളുടെ ഒരു നിലപാട് അത് നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എടുക്കണം. നിങ്ങൾ തീർച്ചയായും എടുക്കാനും സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓവർ തിങ്കിങ് ഉണ്ടെങ്കിലും ഒരുപാട് നിങ്ങൾ വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഹൃദയം നുറങ്ങുന്ന വേദനകൾ ഉണ്ടെങ്കിലും ആ ഒരു ഇമോഷൻസ് ഒക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചായിരിക്കും ചിലവർ ഇപ്പോഴും ആ ഒരു ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരും ഈ ഒരു എനർജിയിലേക്ക് വരിക. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യുക. അത് എല്ലാവരിലേക്ക് എക്സ്പ്രസ് ചെയ്യാതെ നിങ്ങൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് നിങ്ങൾക്ക് അത്രയും വലിയ വേദനകൾ തന്നവർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗുഡ് കർമ്മയുടെ തുടക്കം ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് ശമനമായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരിൽ അതൊരു ബാഡ് കർമ്മയായിട്ട് മാറുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് അതൊരു കർമ്മയായിട്ട് തിരിച്ചടിക്കുന്ന സമയം തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ആ ഒരു ഡിപ്രഷൻ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളത് അവര് സ്വയം ചിന്തിച്ച് വേദനിക്കുന്നു. ആ ഒരു സ്റ്റേജിലൂടെ പോവുകയും അതുപോലെ അവര് നിങ്ങളോട് ചെയ്തിരിക്കുന്ന തെറ്റുകള്, കുറ്റങ്ങള്, മാപ്പർഹിക്കാത്ത പല തെറ്റുകളുണ്ടെങ്കിൽ അങ്ങനെ എന്ന് വെച്ചാൽ അത്രയും വേദനയൊക്കെ നിങ്ങൾ തന്ന് നിങ്ങളെ ചതിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റുകളെല്ലാം ഏറ്റു പറയാനായിട്ടുള്ള ഒരു മനസ്സ്, ആ ഒരു മനസ്സിലൂടെ അതുപോലെ അവര് നിൽക്കുന്ന സാഹചര്യത്തില് അവർക്ക് വലിയ രീതിക്കൊരു തിരിച്ചടി അല്ലെങ്കിൽ അവർക്ക് വലിയൊരു പൊള്ളലേറ്റിട്ട് പ്രകാശം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർക്കൊരു നീതി ലഭിക്കണം എന്നുള്ള രീതിക്ക് അവര് നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. തേടി എത്തുക എന്നുള്ളത് മാത്രമല്ല നമുക്കിവിടെ വന്നിരിക്കുന്നതിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വരാനും സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനും ടു ഓഫ് കപ്സ് ആണെങ്കിലും ഏസ് ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും സ്നേഹബന്ധത്തിന്റെ ആ ഒരു ദൃഢതയാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്ന് അർഹമായ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകി നീതിപൂർവ്വം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നീതി ലഭിക്കാൻ സാധ്യതകളുണ്ട്. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഇവിടെ തോന്നിയിട്ടുണ്ട്. നമുക്കിവിടെ കപ്പ് എനർജി കൂടുതലായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് വൈകാരികപരമായ കാര്യങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ കണക്റ്റഡ് ആണ്. ഇവിടെയാണെങ്കിലും 8 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്. ഈ ഒരു സ്പ്രെഡിൽ ഇന്നത്തെ സ്പ്രെഡിൽ കൂടുതലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് വൈകാരികപരമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യമാണ് കൂടുതൽ കണക്ട് ആയിരിക്കുന്നത്. ചിലവരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്പത്തോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ജഡ്ജ്മെന്റ് ആണ്. നീതിപൂർവമായിട്ട് അല്ലെങ്കിൽ ന്യായപൂർവമായിട്ട് നിങ്ങൾക്കൊരു വിധി വരുന്നു. അതിപ്പോ കേസിലൂടെ ആണെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പണമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു തരാതെ നിങ്ങളെ പറ്റിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ലഭിക്കാൻ സാധ്യതകളുണ്ട്. പിന്നെ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ദൂരയാത്ര ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ എബ്രോഡിലേക്ക് പോകാനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനോ ഒക്കെ ശ്രമിച്ചിട്ട് നിരന്തരമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു യാത്ര ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി ഓഫർ ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങൾ മാറാനായിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ വെറുതെ ഒരു ജോലി എന്നുള്ള രീതിയല്ല, നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങൾ ഇതുവരെ ഹാർഡ് വർക്ക്
അതിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലി നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരുന്നു. ഇപ്പോൾ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം വൺസ് നിങ്ങൾ ശ്രമിച്ചിട്ട് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് അതിനു വേണ്ടി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് നിങ്ങൾ അതിലൂടെ തന്നെ ശ്രമിച്ചു പോവുക. എല്ലാ രീതിയിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് കടന്നു വരുന്നത്. ഒരു പുതിയ തുടക്കം. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച വേദനകൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു പര്യവസാനവും അതോടൊപ്പം യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്ങോട് കൂടി എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഒരു പുതിയ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ആ ഒരു ഡിപ്രഷൻ അവസ്ഥ, ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ ഒരു മെഡിക്കലോ കാര്യങ്ങളോ ഒക്കെ എടുക്കേണ്ട ആവശ്യം പോലും വന്നിട്ടുണ്ടായിരിക്കാം. അതിപ്പോ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ നിങ്ങൾക്കൊരു സഹായമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്ന് ഒറ്റപ്പെടലുകളൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എവിടെയാണോ അവഗണിക്കപ്പെട്ടത് ആ ഒരു സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് പരിഗണന ലഭിക്കും. പക്ഷെ ആ ഒരു പരിഗണന ലഭിച്ച് അവരൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യം, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യമൊക്കെ എന്നുവെച്ചാൽ കണ്ണടച്ച് ഡിസിഷൻ എടുക്കേണ്ട പല സാഹചര്യങ്ങളും മുന്നോട്ടേക്ക് വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തുക, കറക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ ആയി പോയോ എന്നൊക്കെ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ആത്മാർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ ആയി പോയല്ലോ എന്ന്. പക്ഷെ അതൊന്നും വെറുതെ ആയി പോയിട്ടില്ല. കാരണം നിങ്ങൾ ആ ഒരു വേദനകളിലൂടെ കടന്നു പോയിട്ട് പലരോടും നിങ്ങൾ ചിലപ്പോൾ ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വേദന നിങ്ങൾ മറന്നാലും കാലം മറന്നിട്ടില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സ് പ്രപഞ്ച ശക്തി മറന്നിട്ടില്ല. ആ ഒരു പ്രപഞ്ച ശക്തി അതിൻ്റെതായ കൃത്യസമയത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതിനുള്ള ഒരു പൂർണ്ണ തെളിവാണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അർഹതപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണിത്. വേദനകൾക്കാണെങ്കിലും ആ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രകാശം തേടി നിങ്ങൾ ഇതുവരെ അലഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹസികപരമായ യാത്രയ്ക്ക് ഒരു അന്തിമ തീരുമാനം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉയരാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഇതിലൂടെ വരാൻ സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ നല്ല രീതിയിലേക്ക് വരില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ എടുത്തു പറയാൻ കാരണം ഇവിടെ എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ്, നിങ്ങൾ ഇതുവരെ ആ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ അർപ്പണബോധത്തോടു കൂടി നീതിപൂർവ്വം മുന്നോട്ടേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സമയം തന്നെയാണ്, നിങ്ങളുടെ ആ ഒരു നല്ല സമയത്തിന്റെ ആരംഭമാണിത്. ആ ഒരു കോൺഫിഡൻസ്, നഷ്ടപ്പെട്ടു പോയ ആ ഒരു കോൺഫിഡൻസ്, കാര്യങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് പോവുകയാണ്. എല്ലാ രീതിക്കും ഇവിടെ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ട് നിങ്ങളൊരു പുതിയ ജീവിതത്തിനൊക്കെ വേണ്ടി ആഗ്രഹിച്ചിട്ട് നിങ്ങളൊരു ഫിയർ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്, ഒരു ഭയം, ഇനി എന്താകും എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾക്ക് എവിടെ നിന്നോ വലിയ കാര്യമായ ഒരു പൊള്ളലാണ് ഏറ്റിരിക്കുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് ഒരു പുതിയ പ്രണയം അല്ലെങ്കിൽ പുതിയ സ്നേഹം, അതും ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം, നിങ്ങളിപ്പോ എത്രത്തോളം അത് വേണ്ടാന്ന് നിരസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചിലവരാണെന്നുണ്ടെങ്കിൽ പറയാൻ പോകുന്നത് അയ്യോ എനിക്കിനി വേണ്ട, ഇനി ഒന്നും വേണ്ട എന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി അനുസരിച്ച് സത്യസന്ധമായ രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു വ്യക്തി, ആ അർഹതപ്പെട്ട ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹബന്ധം നിങ്ങളിലേക്ക് വരാൻ സാധ്യതകളുണ്ട്. ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാൻ സാധ്യതകളുണ്ട്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് മാറി നിൽക്കുന്നവരാണെങ്കിൽ അതിന്റെ ഒരു റീജോയിനിങ് ഒക്കെ ഉണ്ടാവും. ലവേഴ്സ് ആണെങ്കിൽ അങ്ങനെ, വിവാഹം നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്. എങ്ങനെയാണെങ്കിലും ഇവിടെ കൂടുതലായിട്ട് നമുക്ക് വൈകാരികപരമായ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പരിപൂർണത കൈവരിക്കാൻ പോവാണ്. ഒരു ശിവശക്തി സംയോഗം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഒറ്റപ്പെടലുകൾക്ക്, വേദനകൾക്ക് നിങ്ങൾക്ക് ചേരുന്ന ഒരു ഇണ നിങ്ങളിലേക്ക് എത്താൻ സാധ്യതകളുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരാനുള്ള സാധ്യതകളുണ്ട്.
അതും സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്തെങ്കിലും മിറാക്കിൾ പോലെ വന്നു ചേരുക അങ്ങനത്തെ ഒരു എനർജി മാത്രമല്ല, നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഉള്ള ഫലമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതി ഇതുവരെ ഇരുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതാണ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു മെന്റൽ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഒറ്റപ്പെടലുകളിലൂടെ മുന്നോട്ടേക്ക് പോയ നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തതയും അതുപോലെ നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു മനസ്സും എല്ലാം കൊണ്ടിട്ടുമാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് പോകുന്നത്. കൺഫ്യൂഷൻ സ്റ്റേജിനൊക്കെ കംപ്ലീറ്റ്ലി ഒരു മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ വിഷമിച്ച വേദനകൾ കാര്യങ്ങൾ അതെല്ലാം പൂർണ്ണമായി മാറുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു എനർജിയിലേക്ക് കടന്നു വരുന്ന ഈ ഒരു കാര്യങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങളുടെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം. ഓൾറെഡി ഒരു ഗൈഡൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം, കുറച്ച് സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരണം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. അത് കൂടാതെ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം. The situation will improve. Be happy changes. Get more information. Abundance. Communicate clearly. Meditation brings answers. Reconsider. Peaceful resolution. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻ, അത് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വരുംതോറും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നത് സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അതെങ്ങനെ? ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. നിങ്ങളിലേക്ക് തന്നെ ഇൻഫർമേഷൻ ആയിട്ട് എത്തും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പല പല കാര്യങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് എന്നുള്ളതായിരിക്കില്ല. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളിലേക്ക് അതിന്റെ ഇൻഫർമേഷൻസ് എത്തും. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു കോളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വരിക. ഇനി അല്ല നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളോ ജോലിയുടെ ഒക്കെ ആണെങ്കിൽ ഒരു ന്യൂസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുക. പല രീതിയിൽ അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഏത് രീതിയിലാണോ, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്, ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വലിയ രീതിക്ക് ഒരു സന്തോഷമായിട്ട് കടന്നു വരാൻ പോവുകയാണ്. എല്ലാ രീതിക്കും അബണ്ടൻസ് ആണ്. ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ സമാധാനം ഒക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെ മുന്നോട്ടേക്ക് വന്നവരാണെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ആ ഒരു സന്തോഷവും സമൃദ്ധി എന്ന് പറയുമ്പോൾ മനസ്സമാധാനത്തോടൊപ്പമാണ്. നിങ്ങൾക്കൊരു സമാധാനം കൂടിയാണ് ലഭിക്കുന്നത്. അതും എല്ലാ രീതിയിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനം. അതുപോലെ ഞാൻ ആദ്യമേ തന്നെ റീഡിങ്ങിൽ പറഞ്ഞായിരുന്നു, ആരൊക്കെയാണോ നിങ്ങൾ അവഗണിച്ച് മാറ്റി നിർത്തിയത് ആ ഒരു വ്യക്തികളെല്ലാം അവരുടെ ലൈഫിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെ ആണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഓൾറെഡി നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീരുമാനം എടുക്കേണ്ട പല പല സന്ദർഭങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയങ്ങൾ, കണ്ണടച്ച് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കണം. അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു വെക്കണം. കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുമ്പോൾ നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം എന്നുള്ള നിങ്ങളുടെ നിലപാട്. കാരണം നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകുക, കുറച്ച് സെൽഫ് റെസ്പെക്റ്റിലേക്ക് വരിക, അതൊരു ഗൈഡൻസ് ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ
ആ ഒരു പ്രാർത്ഥനകളിലൂടെയൊക്കെ മുന്നോട്ടേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൂടെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ, വിശ്വാസങ്ങൾ അതൊന്നും നിങ്ങൾ കൈവിടാതിരിക്കുക. കാരണം നിങ്ങൾ അതിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എല്ലാം നേടുന്ന ഒരു എനർജിയിലേക്ക് എത്തി. ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ആ ഒരു വാതിലുകളിലൂടെ നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ, അതിപ്പോ സമ്പത്തിന്റെ രീതിയിലാണെന്നുണ്ടെങ്കിലും സ്നേഹത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സമാധാനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങളിലേക്ക് തുറക്കപ്പെടാനായിട്ട് പോകുന്നു. റിമെയിൻ പോസിറ്റീവ്. പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. ഇൻ ദ നിയർ ഫ്യൂച്ചർ ആണ്, വരുന്ന സമീപ ഭാവിയിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആകുന്നത്, അട്രാക്ട് ആകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അനുഭവിച്ച ആ ഒരു വേദനകൾക്കും നിങ്ങൾ ഫേസ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻസിനും എല്ലാ രീതിക്കും മാറ്റങ്ങളാണ് കടന്നു വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നതും അതോടൊപ്പം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നതും. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി അട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ നോക്കുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.